സർ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞ ഒരു വാഗ്ദാനത്തിൽ നിന്ന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പിന്മാറുകയാണോ? വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വിവാദം നിലനിൽക്കുകയാണ്. 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കെ പറഞ്ഞത്. 10 മിനിറ്റൊക്കെ എന്നോ കഴിഞ്ഞു. സത്യത്തിൽ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ചോദിച്ചോളൂ ചിരിക്കണോ കരയണോ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. മറ്റേ പഴയൊരു പഴഞ്ചൊല്ലുണ്ട്, അതായത് സത്യം പറഞ്ഞാൽ അച്ഛൻ അമ്മയെ തല്ലും, അല്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി കഴിക്കുമെന്ന് ചോദിച്ച പഴഞ്ചൊല്ലുണ്ട്. അതായത് പട്ടിയിറച്ചിയാണ് ഉണ്ടാക്കി വെച്ചേക്കടാ, പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അമ്മയെ തല്ലും, ഇനി പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അച്ഛൻ ആ പട്ടിയിറച്ചി എന്ത് ചെയ്യും, കഴിക്കും എന്നുള്ളതാണ്. അപ്പൊ അതേപോലുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഉമീദ് പോർട്ടലില് ഈ മുനമ്പത്തെ ഭൂമി ഇപ്പൊ ഫാറൂഖ് കോളേജ് പോലും വഖഫ് അല്ല എന്ന് പറഞ്ഞ ആ ഭൂമി അവർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, അതിൽ വന്നിരിക്കുകയാണ്. ഇതിനെ ചൊല്ലിയാണ് വിവാദം. എന്റെ പൊന്നു ഗൗതം, ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിനകത്ത്. രജിസ്റ്റർ ചെയ്തു എന്ന് പറയരുത്. അതിനകത്തേക്ക് ഉമീദ് പോർട്ടൽ എന്ന് പറഞ്ഞ പോർട്ടൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്യാനുള്ള ഒരു പോർട്ടലാണ്. അതിൻ്റെ ഫുൾ ഫോമൊക്കെ ഉണ്ട്, ഇപ്പം ഞാൻ പറയുന്നില്ല അത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതിലേക്ക് ഇതേവരെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടികളുടെ ലിസ്റ്റ് എൻ്റർ ചെയ്യുക എന്നുള്ളൊരു പണിയാണ് ചെയ്യാനുള്ളത്. രജിസ്റ്റർ അല്ല എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ആ എൻ്റർ ചെയ്തത് പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. മനസ്സിലായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ ദേവൻ എന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചിട്ടുള്ള നമ്മുടെ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പോലും പറഞ്ഞത് ഇത് രജിസ്റ്റർ അങ്ങനെ എൻ്റർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്, അതുപോലെ ഇത് ആരുടെയാണ് വഖഫ് സ്വത്തുക്കൾ, അങ്ങനെയുള്ള നിരവധി ഉത്തരം കൊടുക്കാൻ കഴിയാത്ത ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ എൻ്ററിങ് പോലും പ്രോപ്പറായിട്ട് പൂർത്തിയായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യ ഗവൺമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവന്ന് 2025 നിയമം കൊണ്ടുവന്നിട്ട് ഇതുവരെ അത് ഒന്ന് ആലോചിക്കണം കേട്ടോ, ഇതുവരെയുള്ള വഖഫ് പ്രോപ്പർട്ടികളൊന്നും കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടികൾ കൃത്യമായി ലിസ്റ്റ് ചെയ്യപ്പെടണോ എന്ന് പറഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതിനെയാണ് വി.ഡി. സതീശൻ പറയുന്നത് ഒരു മുട്ടൻ 8ന്റെ പണി എന്നിട്ടാണ് പോകുന്നത്. അതെങ്ങനെ 8ന്റെ പണിയാവണ്? ഇനി ഇത് ഉമീദ് രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കും. ഇപ്പോഴും യഥാർത്ഥത്തിൽ അത് ഫുള്ളായിട്ട് എൻ്റർ ചെയ്ത് ഫൈനൽ കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ എൻ്റർ ചെയ്തില്ലെങ്കിൽ എങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം തീർക്കും? സുപ്രീം കോടതികളിലൊക്കെ കിടക്കുന്ന പ്രശ്നം എങ്ങനെ 10 മിനിറ്റ് കൊണ്ട്? സതീശൻ പല കാര്യങ്ങളിലും സതീശൻ പറഞ്ഞിട്ടുള്ള വെറുതെ വിടുവായുണ്ട്, എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടാൻ വേണ്ടി. അതുപോലെയുള്ള ഒരു ഡയലോഗാണ് ഇതിനകത്ത് പറഞ്ഞേക്കണം, അല്ലാതെ വേറൊരു വ്യത്യാസമില്ല. ഇനി രണ്ടാമതൊരു കാര്യം കൂടി പറയാം. ഇത് വഖഫിന്റെ ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതാരാണെന്ന് അറിയും? അതാണ് അടുത്തത്. അത് ഈ പറയുന്ന പോലെ രജിസ്റ്റർ ചെയ്ത് വഖഫ് ബോർഡിന്റെ ചെയർമാനായിട്ട് റഷീദ് അലി തങ്ങൾ ഇരിക്കുമ്പോഴാണ്. ആരാണ് ഈ റഷീദ് അലി തങ്ങൾ എന്നറിയും? മുസ്ലിം ലീഗിന്റെ നേതാവും അദ്ദേഹം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഈ പറയുന്ന പോലെ സംരക്ഷകനും അത് നടത്തുന്ന ട്രസ്റ്റുകളുടെ അധിപനും കൂടാതെ പാണക്കാട് കുടുംബാംഗവുമായിട്ടുള്ള പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം പെരുന്നാളിന് പോലും പാണക്കാട് ചെന്നപ്പോൾ മൂന്നാമതായി അദ്ദേഹം കെട്ടിപ്പിടിച്ചത് ഈ റഷീദ് അലി തങ്ങളെയാണ്. ആ റഷീദ് അലി തങ്ങളുടെ നേതൃത്വത്തിലാണ് ഇത് 2019 ഇത് രജിസ്റ്റർ ചെയ്തത്. അപ്പൊ അങ്ങനെ 2019 അതിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത് ആ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നെ ആ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടിയുടെ വിവരങ്ങൾ മറ്റേ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തേക്കുന്ന ഒരു പോർട്ടലിലേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അസംബന്ധമാണ് ഈ പറയുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം എനിക്ക് സതീശനോട് ചോദിക്കാനുള്ളത്, അങ്ങനെ ഉണ്ടെങ്കിൽ ഇതെങ്ങനെ ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ്? എങ്ങനെ പരിഹരിക്കും? അതായത് എങ്ങനെ പരിഹരിക്കും എന്ന് പറഞ്ഞാൽ ഇനി അടുത്തൊരു കാര്യം പറയാം, ഗൗതത്തിന് അറിയാത്തേ. എങ്ങനെ പരിഹരിക്കുമെന്ന് വെച്ചാൽ സെക്ഷൻ 97 പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു നോട്ട് വഖഫ് ബോർഡിന് കൊടുക്കുന്നു. വഖഫ് ബോർഡിനോട് പറയുന്നു ഇത് വഖഫ് പ്രോപ്പർട്ടി എന്നുള്ള ക്ലെയിം വിട്ടേക്കൂ, ഇതല്ല എന്ന് പറയുന്നു. അതാണ് ഇതിന്റെ ഓപ്ഷൻ പുള്ളി പറയണേ. ആ വഖഫ് നിയമത്തിൽ തന്നെ സതീശൻ മനഃപൂർവ്വം വിഴുങ്ങിക്കളഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? സെക്ഷൻ 96 പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം 97 എന്ത് ചെയ്യാം? 97 പ്രകാരം സംസ്ഥാന ഗവൺമെന്റിന് ആർക്ക് നിർദ്ദേശം കൊടുക്കാം? ഈ പറയുന്ന വഖഫ് ബോർഡിന് നിർദ്ദേശം കൊടുക്കാം. പക്ഷെ അങ്ങനെ വഖഫ് ബോർഡിന് നിർദ്ദേശം കൊടുക്കണമെങ്കിൽ ആദ്യം സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശം ആർക്ക് കിട്ടണം? സ്റ്റേറ്റ് ഗവൺമെന്റ് കിട്ടണം. അത് കിട്ടൂലല്ലോ. എങ്ങനെ കിട്ടണം? അപ്പൊ ഇതൊക്കെ വെറുതെ ഈ പറയുന്ന പോലെ ഇരുന്ന് ഡയലോഗ് അടിച്ച് ആ സമയത്തുള്ള കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും ഇത് 10 മിനിറ്റ് പോയിട്ട് 10 മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റില്ല. എന്തായാലും മുനമ്പത്തെ ജനങ്ങള് ആശങ്കയിലാണ്. കാരണം ഇവര് വീണ്ടും ഈ ക്ലെയിമുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് അവര് കരുതുന്നത്. അങ്ങനെ തന്നെയാണോ കരുതേണ്ടത്? അതൊക്കെ ഞാൻ പറയട്ടെ. ഞാൻ അടുത്തൊരു കാര്യം കൂടി പറയാം. ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞ സതീശൻ പറഞ്ഞ ഏറ്റവും വലിയ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടത്,
ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ 97 പ്രകാരമുള്ള ഓർഡർ വഖഫ് ബോർഡിന് അടിച്ചു കൊടുക്കാനുള്ള സമയമാണ് പുള്ളി 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. അതിഗംഭീരമായി പോയി. സത്യം പറഞ്ഞ സതീശൻ വക്കീലാണ് എന്നുള്ളത് പുറത്തു പറയരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, വഖഫുകാരുടെ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ ഇവർ പലതവണയും പറ്റിക്കപ്പെടുന്ന ഭാവം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ നമ്മുടെ ഗവൺമെന്റ് തന്നെ, അതായത് മോദി ഗവൺമെന്റ് തന്നെ നിയമം പാസ്സാക്കി കഴിയുമ്പോഴേക്കും ഈ പാവങ്ങൾ വിചാരിച്ചത് പിറ്റേ ദിവസം പോലും തങ്ങളുടെ ഭൂമി എന്ത് ചെയ്ത് കിട്ടും, ക്ലിയർ ചെയ്ത് കിട്ടുന്നതാണ്. പക്ഷേ പാവം പിടിച്ച കിരൺ റിജിജുവിന് ഇതൊന്നും കൃത്യമായിട്ട് അറിയാൻ പാടില്ല. അതുകൊണ്ട് കിരൺ റിജിജു ഇവിടെ വന്ന് സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി ലഡുവൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പുള്ളി പറഞ്ഞു വെരി ഗുഡ്, ഇപ്പൊ നിയമമൊക്കെ ആയിക്കഴിഞ്ഞു, ഇനി ചട്ടം പെട്ടെന്ന് വരുമെന്ന്. ചട്ടം പെട്ടെന്ന് വരുമെന്നുകൊണ്ട് ചട്ടമൊന്നും വന്നിട്ടില്ല, ഒരു കൊല്ലത്തിലധികമായി. ചട്ടം പെട്ടെന്ന് വരും, ഇനി നിങ്ങൾക്ക് കേസ് കിടത്താമെന്ന് പറഞ്ഞു. അതോടുകൂടി ആ പാവം പിടിച്ച ആളുകൾ എന്ത് ചെയ്തു പോയി, ഞെട്ടിപ്പോയി. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കേസ് എന്താണെന്നറിയാമോ? ആകെ ഇതിലിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ റവന്യൂ അവകാശം അനുവദിച്ചു കൊടുക്കുക. അതായത് കരമടക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ക്രയവിക്രയം നടത്താനോ ഭൂമി വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ കരമടക്കാനുള്ള ഒരു ഇത്, കരമടച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്. നമ്മൾ വല്ല കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ കോടതിയിലൊക്കെ ചെന്ന ആളുകൾക്ക് ജാമ്യം നിൽക്കാനുള്ള ഒരു സ്കോപ്പ് കിട്ടും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ചെയ്യണമെങ്കിൽ സുപ്രീം കോടതിയിൽ ഈ കേസ് നടത്തി ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരണം. അല്ലാതെ ഈ പണി നടക്കില്ല, അവിടെ നിൽക്കുകയാണ്. അല്ലാതെ ഇത് നടക്കില്ല ഇത്. പിന്നെ ഈ സെക്ഷൻ 40 പോലെയുള്ള കിരാതമായിട്ടുള്ള നിയമങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള ഗവൺമെന്റുകൾ പാസ്സാക്കിയതാണ്. പല അമെന്റ്മെന്റുകൾ കോൺഗ്രസ് പാസ്സാക്കിയതാണ്, മനസ്സിലായി, പ്രീണനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയതാണ്. അതിനെ പൊളിച്ചെഴുതാൻ പറ്റുന്ന ചില കാര്യങ്ങൾ BJP ഗവൺമെന്റ് ചെയ്തിട്ട് സെക്ഷൻ 40 എടുത്ത് ദൂരെ കളഞ്ഞു എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് പോലും മുനമ്പത്തെ പ്രശ്നം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് 10 അല്ല, ഒരു 10,000 1000 10 മിനിറ്റ് എടുത്താൽ പോലും പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ദീപികയൊക്കെ കഴിഞ്ഞ ദിവസം എഡിറ്റോറിയലൊക്കെ എഴുതിയിട്ടുണ്ടായി, വഖഫ് ചെരുപ്പിനൊത്ത് നീതിയുടെ കാൽ വെട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദീർഘമായിട്ടുള്ള വിമർശനമായിരുന്നു കോൺഗ്രസിനെതിരെ. ഇത് മതേതരത്വത്തെ തകർക്കും എന്നൊക്കെ കൃത്യമായ നിലപാടെടുത്തില്ലെങ്കിൽ. അല്ല, അത് യഥാർത്ഥത്തിൽ അപ്പൊ ഇനിയിപ്പോ സത്യം പറഞ്ഞാൽ വേറൊന്നും ചെയ്യാനില്ല. അവിടെ ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളതിന് നിരവധി തെളിവുകളുണ്ട്. കാരണം ഈ സത്താർ സേട്ട് എന്ന് പറയുന്നത്, സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ ഇത് തരികിടയും ഉടായ്പും കാണിച്ചാണ് ഈ ഭൂമി മേടിച്ചെടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിലൊക്കെ തന്നെ, ഞാനിപ്പോൾ വിശദമായിട്ട് പറയുന്നില്ല, അതിന്റെ പിന്നിലൊക്കെ തന്നെ വലിയ കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഭൂമി അദ്ദേഹം കൈപ്പറ്റിയണം. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദ്യത്തിനറിയും. അവിടെ നിന്ന് 600-400-ലധികം 610 വരുന്ന കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദ്യത്തിനറിയും. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഭൂമാഫിയ കൊള്ളയാണ് ഈ പറയുന്ന സ്ഥലത്ത് നടന്നിട്ടുള്ളത്. മനസ്സിലായി? ഈ മുനമ്പത്ത് നടന്നിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥലമല്ലാത്ത സ്ഥലം അദ്ദേഹം നൈസായിട്ട് പണ്ടത്തെ പല സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മേടിച്ചെടുക്കുകയും എന്നിട്ടത് വഖഫ് ഭൂമിയായിട്ട് കൊടുക്കുകയും എന്നിട്ട് വഖഫ് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് തരണമെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് കടലൊക്കെ എടുത്തു പോയതിനു ശേഷം അതിന് 114 ഏക്കർ ഭൂമിയോടെ ഉള്ളൂ. ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കൃത്യം ഒന്ന് മനസ്സിലാക്കണം, ഒരു 114-120 ഏക്കർ ഭൂമി ഇപ്പൊ നിലവിലുണ്ടാവുള്ളൂ ഇവിടെ. ആ ഭൂമിക്ക് പകരമായിട്ട് കാസർഗോഡോ മറ്റെവിടെയെങ്കിലോ ഗവൺമെന്റിന് ഒരു 400 ഏക്കർ ഭൂമി കൃത്യമായിട്ട് വഖഫ് ബോർഡിന് പതിച്ചു കൊടുത്തുകൊണ്ട് വഖഫ് ബോർഡ് ഇതിന്റെ ക്ലെയിമിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഈ സാധനം കൂളായിട്ട് നടക്കും. അതെന്തിനാ പതിച്ചു കൊടുക്കുന്നത്? പറഞ്ഞുതരാ. ഇതിന് പകരം ന്യായമല്ലേ? നമ്മൾ അവിടെ നിന്ന് ആളുകൾ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് പ്രശ്നം പരിഹരിക്കാം. ഇത് അനധികൃതമായി കയ്യേറിയ ഭൂമിയാണെങ്കിൽ ഇതെന്തിനാ പിന്നീട് വേറെ സ്ഥലത്തിന് പതിച്ചു കൊടുക്കുന്നത്? ഒരു കാര്യം, ഇനി ഏറ്റവും വലിയ അടുത്ത തമാശ പറയാം. ഫാറൂഖ് കോളേജിൽ ഇത് കിട്ടിയല്ലോ. ഫാറൂഖ് കോളേജിൽ കാശ് മേടിച്ചത് വിറ്റേക്കണേ, വഖഫ് അല്ലാന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ചീറ്റിങ്ങിനുള്ള കേസ് കൂടെ എടുക്കേണ്ടതാണ്. കാശ് മേടിച്ച് വിൽക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ വിറ്റേക്കണേണ്, എടുക്കുന്നതാണ്. ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് അറിയില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞു പോയ വലിയ പ്രശ്നമാണ് ഇവിടെ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പക്ഷെ കഴിഞ്ഞ തവണ വോട്ട് കിട്ടുന്നതിന് വേണ്ടി VD സതീശൻ വന്നു. അദ്ദേഹം വോട്ട് കിട്ടാൻ വേണ്ടി നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു വോട്ട് പോലും പുറത്തു പോകരുത്. ലാസ്റ്റ് പുതിയ പിള്ളേരുടെയൊക്കെ വോട്ട് പോകുമെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം മറ്റേ മോഡിഫിക്കേഷൻ കാര്യം കൂടി അങ്ങ് അടിച്ചിറക്കിയത്. മനസ്സിലായ? ബൈജു നായരോടൊക്കെ ചോദിച്ചിട്ട് ബൗളിംഗ് മുനമ്പത്തുകാരെ സതീശൻ വഞ്ചിച്ചു എന്നാണോ പറയുന്നത്? ഒരു സംശയമില്ല. മുനമ്പത്തുകാരെ അദ്ദേഹം വഞ്ചിച്ചു എന്നുള്ളതല്ല,
അദ്ദേഹം ഒരു എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒരു വോട്ട് കിട്ടാൻ എല്ലാവരും പറയുന്ന പോലെയുള്ള ഒരു നമ്പർ ഇറക്കി 10 മിനിറ്റ്. വേറെ രീതിയിൽ അതിനെങ്ങനെയാ വാഴിക്കുക? അതെ, അത് തന്നെ നിങ്ങൾ എങ്ങനെയാണെങ്കിലും വ്യാഖ്യാനിച്ചു. ഞാനിപ്പോൾ ഇത്തിരി മൈൽഡായിട്ട് പറയുന്നില്ല, പ്രത്യേകിച്ച് ഇവിടെ നിങ്ങൾ അറിയേണ്ടത് ഒരു 10 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഗൗതം ഈ പറയുന്ന പോലെ, ഞാൻ അന്ന് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്? പുള്ളി 1.5 കൊല്ലം പുള്ളി ഇങ്ങനെ കാണിച്ച പേടിക്കണ്ട, പേടിക്കണ്ട, 1.5 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് വരും, പിന്നെ 10 മിനിറ്റ് ഈ പ്രസംഗമൊക്കെ നടത്തി കയ്യടി മേടിക്കുക. കാരണം അവിടെയുള്ള ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. 10 മിനിറ്റ് കൊണ്ട് യഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അങ്ങനെ പരിഹരിക്കണമെങ്കിൽ പലരെയും പിണക്കേണ്ടി വരും. 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ പരിഹരിക്കും? പരിഹരിക്കാൻ പറ്റില്ലേ പ്രശ്നം? എങ്ങനെ പരിഹരിക്കും അത്? അല്ല, ഒരു തീരുമാനം തീരുമാനം പറയാന്നുള്ളതാണ് ആ പരിഹാരം. ഗൗതം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇപ്പൊ രാമേന്ദ്ര കമ്മീഷനൊക്കെ കമ്മീഷൻ വെച്ച് പഠിച്ചത് സ്റ്റേറ്റ് ഗവൺമെന്റിന് അങ്ങനെ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ബോഡി എന്ന് പറയുന്നത് കാര്യം ശരിയാണ്, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ പോലും അവർക്ക് പോലും വഖഫ് ബോർഡിന്റെ കയ്യിലിരിക്കണ ഒരു ഭൂമി ഉടനെ തന്നെ അങ്ങ് വിട്ടുകൊടുത്തേക്കെന്ന് പറഞ്ഞ് തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. മനസ്സിലായോ? ഇതൊന്നും നടക്കണ കേസല്ല. അപ്പൊ പരിപൂർണമായിട്ട് അവർ വഞ്ചിക്കപ്പെട്ടു. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. സത്യത്തിൽ അവർ എന്നെയൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. അവർ കുറെ ആളുകളെയൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. ആ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ച ആളുകൾ പലരും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് എന്ത് ചെയ്തു. പിന്നെ ലാറ്റിൻ കാത്തലിക്കിന്റെ അടക്കം നിരവധി അവിടെ ക്രിസ്ത്യൻസ് മാത്രമല്ല ഉള്ളത്, ഈഴവ കുടുംബങ്ങൾ അടക്കമുണ്ട്. ഞാൻ പറയുന്നത് ലാറ്റിൻ കാത്തലിക്കിന്റെ അടക്കം വോട്ടുകളിൽ കഴിഞ്ഞോണം ഹൈബ്രിഡിനെ അടക്കം വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ VD സതീശൻ അടക്കമുള്ള ആളുകൾ അവിടെ ചെന്നിട്ട് നടത്തിയ പ്രസംഗമാണിത്. ഇപ്പൊ കത്തോലിക്ക ദിനപത്രമായിട്ടുള്ള ഈ ദീപിക അവരുടെ മുഖപ്രസംഗത്തിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. മതപ്രീണനത്തിനു വേണ്ടി കോൺഗ്രസ് പടച്ച ഒരു നിയമം മുനമ്പത്തുൾപ്പെടെ എത്ര മനുഷ്യരെയാണ് വഴിയാധാരമാക്കിയത്? എത്ര സംസ്ഥാന സർക്കാരുകളുടെ കൈകളാണ് ബന്ധിച്ചത്? എത്ര രാഷ്ട്രീയ നേതാക്കളെയാണ് നിശബ്ദരാക്കി കളഞ്ഞത്? എത്ര കോടികളെയാണ് നിസ്സഹായരാക്കിയത്? എത്ര വിഭാഗീയതയ്ക്കാണ് അത് ഇടയാക്കിയത്? കേരളത്തിൽ പോലും എന്തു വർഗീയ ചിന്തകൾക്കാണ് അത് വളമിട്ട് കൊടുത്തത്? ഈ മത നിയമ വാഴ്ചയ്ക്ക് അവസാനമില്ലേ? ഇനി ഒരു കാര്യം കൂടി പറയാം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അല്ല ഒരു കാര്യം കൂടി പറയാം. ഇതിൽ ദീപിക പറയാത്തൊരു കാര്യം കൂടി പറയാം. ദീപിക പറഞ്ഞൊക്കെ കറക്റ്റാണ്, പക്ഷെ ദീപിക പറയാത്തൊരു കാര്യം കൂടിയുണ്ട്. ആ പറയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ വഖഫ് ബോർഡും ഈ പറയുന്ന പോലെ മതവും ഒക്കെ നമ്മൾ മുസ്ലിം സമുദായം എന്തെങ്കിലും ഗുണമുണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിൽ അതിനെ കാണരുത്. അതിന്റെ കാര്യം കൂടി പറഞ്ഞുതരാം. 8.5 ലക്ഷത്തോളം പ്രോപ്പർട്ടികളും അസറ്റുകളും ഇന്ത്യയിലുണ്ട്. അതൊക്കെ കൃത്യമായി വിനിയോഗിച്ചാൽ, മിനിമം ഒരു ചെറിയ മര്യാദക്ക് വിനിയോഗിച്ചാൽ പോലും ഒരു വർഷം കിട്ടാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് 16,000 കോടിയാണ്. 16,000 കോടിയാണ്. സത്യത്തിൽ ഇപ്പൊ കിട്ടുന്നത് എത്രയെന്ന് ഗോത്തിനറിയോ? വാടക ഇനത്തിലും മറ്റുമായിട്ട് കിട്ടുന്നത് എത്രയെന്ന് അറിയോ? 150 കോടിയാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്കാർക്കും മുസ്ലിം സമുദായത്തോട് പോലും വലിയ താല്പര്യമോ അവർ ഉദ്ധരിക്കാനൊന്നും വേണ്ടിയല്ല അവർ ഈ പണിപ്പെടണ. കർണാടകത്തിലടക്കം ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം പലരും കയ്യേറി പോയിട്ടുണ്ട്. ആ കയ്യേറി പോയതൊക്കെ തന്നെ ഈ വഖഫ് ബോർഡിന്റെ ചുമതലയിലിരിക്കുന്ന വലിയ ധനാഢ്യരായിട്ടുള്ള മുസ്ലിംസ് അവരുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് പല ഇഷ്ടത്തിനനുസരിച്ച് എന്ത് കൊടുത്തേക്കാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും സമുദായം നേട്ടമുണ്ടാക്കുന്നു എന്നില്ല. പാവപ്പെട്ട മുസ്ലിം സമുദായവും വഞ്ചിക്കപ്പെടുകയാണ്. തൊട്ടിപ്പുറത്തെ സൈഡിൽ ക്രിസ്ത്യൻ സമുദായമടക്കം ഈഴവരടക്കമുള്ള ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ അമ്പേറ്റ് വീണിട്ടുള്ള ആളുകളും വഞ്ചിക്കപ്പെടുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര കോൺഗ്രസ് ഗവൺമെന്റുകൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു നിയമപ്രകാരം എന്ന് പറയുന്നത്, ഇത് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ക്ലെയിം ചെയ്യാനായിട്ട് ഒരുപാട് നിബന്ധനകൾ ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ എന്താണെങ്കിലും ക്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളത്, പിന്നെ നമ്മൾ ആ സമയം മുതൽ ഇത് വഖഫിന്റെ പ്രോപ്പർട്ടിയാണ്, വഖഫിന്റെ പ്രോപ്പർട്ടി അല്ലെന്ന് മറ്റേ ഓരോ വീട്ടുകാരനും തെളിയിക്കണമെന്നാണ്. അതായത് ബലാത്സംഗത്തിനും മറ്റേ SC/ST അട്രോസിറ്റീസ് ആക്ടിനും ഒക്കെ എതിരെയുള്ള ആക്ട് പോലെയാണ്. അതായത് അവർ കുറ്റം ആരോപിച്ചാൽ പിന്നെ നമ്മൾ തെളിയിച്ചോളാം കുറ്റം ചെയ്തിട്ടുള്ളത്. പക്ഷെ അവരൊക്കെ ദുർബലരായിട്ടുള്ള അത് ഭേദഗതി. ഞാൻ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ ഭേദഗതി എതിർക്കുന്നുണ്ടോ? ഒരിക്കലും എതിർക്കുന്നില്ല. ഈ ഭേദഗതി അനുകൂലിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. എന്തുകൊണ്ടാണ്? ആ ഭേദഗതിയിൽ ചില കാര്യങ്ങൾ ഞാൻ എതിർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് BJP ഗവൺമെന്റിന്റെ കുബുദ്ധിയാണ്. എന്ന് പറഞ്ഞാൽ മറ്റേ ഇതിനകത്ത് 3 മറ്റേ അമുസ്ലിങ്ങളെ വെക്കണം, അങ്ങനെ പല നിബന്ധനകളൊക്കെ ഉണ്ട്. അത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതിനകത്ത് എതിർപ്പാണ്. പക്ഷേ ഈ സെക്ഷൻ 40 ഒക്കെ എടുത്ത് കടലിൽ കരയേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇത് കിരൺ റിജിജു പാർലമെന്റിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ വലിയ തോതിൽ ഈ ഭൂമി കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വഖഫ് പ്രോപ്പർട്ടികളിന്മേൽ. അതുപോലെ ഇവരൊക്കെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ ആദായം മുഴുവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറഞ്ഞ റെന്റിന് കൊടുക്കുകയും ബാക്കിയുള്ള കാശുകൾ ഇവർ കയ്യിൽ മേടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന കണ്ണായ സ്ഥലങ്ങൾ നിരവധിയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് വഖഫ് ബോർഡിൻ്റെയൊക്കെ ആളുകൾ എങ്ങനെ സമ്പന്നരാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂടി പഠിച്ചാൽ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഇതിൽ വഞ്ചിക്കപ്പെടുന്നത് സാധാരണക്കാരായ മുസ്ലിംസ് ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ ഈ പറയുന്നത് ഇപ്പം നിങ്ങൾ അറിയേണ്ടത് ഈ തൃശ്ശൂർ മറ്റേ ഇതിൻ്റെ അടുത്തുള്ള എന്ന് പറഞ്ഞാൽ നിരവധി മുസ്ലിം കുടുംബങ്ങളാണ് വഴിയിലേക്ക് ഇറങ്ങാൻ പോണത്. കാരണം ഇതുപോലെ വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് ക്ലെയിം ചെയ്തേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വഖഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ പ്രോപ്പർട്ടി എന്നുള്ളതാണ്. ദൈവത്തിന് ഇവിടെ എഴുതി കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എല്ലാ രാജ്യത്തും ഉണ്ട്, മിക്ക രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലും മക്ക രാജ്യങ്ങളിലും ഒക്കെ ഇതുണ്ട്. അപ്പൊ ദൈവത്തിന് വേണ്ടി ആദ്യം പറഞ്ഞ് യാതൊരു കണ്ടീഷനും ഇല്ലാതെ നമ്മൾ എഴുതി കൊടുക്കുന്നതാണ്. ഇവിടെ 150 കണ്ടീഷനായിട്ടാണ് ഇത് എഴുതി കൊടുത്തേക്കണത്. അതായത് ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ തിരിച്ചു തരണമെന്നൊക്കെ പറഞ്ഞാണ് എഴുതി കൊടുത്തേക്കണം. അപ്പൊ അങ്ങനെയൊന്നും വഖഫില്ല. യഥാർത്ഥത്തിൽ ഇത് വഖഫായിട്ട് നിൽക്കാനും കഴിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്ത് ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാക്കുകയും ആളുകളെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു കാര്യമായി ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാണ്. യഥാർത്ഥത്തിൽ ഇതിങ്ങനെ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ വലിയ സാധ്യതകളുള്ളത് BJP അടക്കമുള്ള ആളുകൾക്കാണ്. ഇപ്പൊ തന്നെ BJP പരിഹരിക്കപ്പെടുകയല്ലേ വേണ്ടത്. എങ്ങനെ പരിഹരിക്കും ഇത്? ഇത് താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് കോടതികളിലും സുപ്രീം കോടതികളിലൊക്കെ നിൽക്കുന്ന പ്രശ്നമാണ്. അല്ല, ഇത് അങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല. വഖഫിനെതിരായിട്ടൊരു നിയമം അല്ലെങ്കിൽ ഒരു ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചാൽ എന്താ സംഭവിക്കുക? വഖഫിനെതിരായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ച് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ പ്രശ്നം തീരും. ഈ കോടതികൾ എങ്ങനെ ഉത്തരവ് പുറപ്പെടുവിക്കണം? രാവിലെ വന്നിട്ട് എന്ത് ചെയ്യും? വെറുതെ അങ്ങനെ നോക്കിയിട്ട് പറയൂ ഇതെങ്ങനെയാണ്? ഇത് ഒരു ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അത് സുപ്രീം കോടതിയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? അങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ ക്ലെയിം ഉപേക്ഷിക്കും. വേറെ പ്രത്യാഘാതമൊക്കെ ഉണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ ഞങ്ങൾ വഞ്ചിക്കും. ഇതിന്റെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഗൗതം, ഇതെല്ലാം രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടും. ആ കാര്യത്തിലൊരു ഇതില്ല. ഞാൻ വിചാരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് അത്തരത്തിലുള്ളൊരു വിധി ഉണ്ടായാൽ പിന്നെയും കുറച്ചുകൂടി കുഴപ്പം കുറവായിരിക്കും. അതേസമയം സുപ്രീം കോടതിയിൽ നിന്ന് വിധി ഉണ്ടാകുന്നത് വഖഫ് പ്രോപ്പർട്ടി തന്നെയാണ്, ഇവരെല്ലാം ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് വിധി ഉണ്ടാകുന്നതെങ്കിൽ നടക്കാൻ പോകുന്നൊരു കാര്യമാണ് ഞാൻ ഗൗതത്തിനോട് പറഞ്ഞത്. ഇതിന്റെ മറവിൽ കൂടി ശരിക്കും ഇപ്പോൾ ഉള്ള 114, 120 ഏക്കറിൽ താഴെയുള്ള സ്ഥലത്തിന് ഓരോ 400 ഏക്കർ അടിച്ചെടുക്കുക എന്നുള്ള പരിശ്രമമാണ്. ഇനി അത് നടക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇനി ഗൗതം വേണമെങ്കിൽ ഇപ്പോൾ എഴുതി വെച്ചോ. അത് നടക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? നമ്മുടെ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ വെണ്ടക്കാൻ നിർത്തും. ആഹാ, എത്ര വലിയ പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. ഏത് ഗൗതത്തിന്റെയും എന്റെയും ഒക്കെ 400, അതായത് ഗൗതത്തിനും എനിക്കൊക്കെ അവകാശമുള്ള ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള 400 ഏക്കറൊക്കെ എഴുതി കൊടുത്തിട്ടാണെന്ന് വിചാരിക്കണം. പക്ഷെ അപ്പം ഭയങ്കര പ്രശ്ന പരിഹാരം ആയി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ചീറ്റിംഗ് ആണ്. ഇനി പെട്ടെന്ന് നടക്കൂല്ലത്. എന്താണെന്നറിയാം, ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തായാലും വഖഫിന് അനുകൂലമായിട്ടൊരു വിധിയാണ് സുപ്രീം കോടതിയിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് BJP സഹായിക്കും. വഖഫിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരില്ല എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് അങ്ങേയറ്റം കുഴഞ്ഞു പറഞ്ഞൊരു കാര്യമാണ്. കഴിഞ്ഞ നിയമത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ പോലും ഈ നിയമത്തിൽ ഒരുപാട് പരാധീനതകളുണ്ട്. ആ പരാധീനതകളുടെയൊക്കെ അടിസ്ഥാനത്തിലും ഇത് ഏതാണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പുള്ള ഭൂമിയാണെന്നുള്ളതും അന്നത്തെ രാജാവായിരുന്ന ആൾ കൊടുത്തേക്കുന്ന ഭൂമിയാണെന്നുള്ളതും സത്യത്തിൽ സ്വാതന്ത്ര്യം ആകുമ്പോഴേക്കും ഇത് തിരിച്ചെടുക്കേണ്ടതാണ് ഈ ഭൂമി മൊത്തം. പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ അങ്ങേയറ്റം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയം 10 മിനിറ്റ് കൊണ്ടോ 10,000 മിനിറ്റ് കൊണ്ടോ ഒന്നും പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ പുറത്ത് ഇനി കോടതി വിധി ഉണ്ടാവുമ്പോൾ വലിയ പ്രശ്നമായിരിക്കും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ അതിൻ്റെ എക്സ്പെർട്ടുകളായിട്ട് ഈ ഇന്നലെ കൂടി സംസാരിച്ചുള്ളൂ, കേസ് നടത്തുന്ന ആളുകളുമായിട്ട്. കേസ് നടത്തുന്ന ആളുകൾ വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാകുമെന്നാണ്. ഉണ്ടാകുന്നത് വരെ അത് സഹിക്കുകയല്ലാതെ അവരുടെ റവന്യൂ അവകാശങ്ങൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ VD സതീശന് അത് പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ പറ്റും. അതെങ്കിലും പുനഃസ്ഥാപിച്ചു കൊടുത്ത് കരമടച്ച് ഏതെങ്കിലും ആർക്കെങ്കിലും വല്ല ബന്ധുക്കൾക്ക് വല്ല ജാമ്യം നിൽക്കാനുള്ള ഒരു ചാൻസ് എങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും 400 ഏക്കറൊക്കെ കൊടുക്കുമോ സാർ? ഏതാ 400 ഏക്കർ? 400 ഏക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ എല്ലാവരും പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് കൊടുക്കൂല, അല്ലെങ്കിൽ പണ്ടേ കൊടുത്താൽ.